KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു. രാവിലെ 4 മണിക്കാണ് ആശുപത്രി വിട്ടത്. തുടർ ചികിത്സയ്ക്കായി മന്ത്രി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് മന്ത്രി ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചത്. ആരോഗ്യമന്ത്രി ആക്രമിച്ച കേസിൽ റിമാൻഡിലായ KSU പ്രവർത്തകർ ഇന്ന് ജാമ്യാപേക്ഷ നൽകും. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, ഇന്നിപ്പോൾ പുലർച്ചെയുള്ള ആശുപത്രി വിടലും മറ്റും അത് മാധ്യമങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള മന്ത്രിയുടെ ഒരു നീക്കമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇതുവരെ നമുക്കൊരു വ്യക്തതയില്ല. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ഇറക്കിയ മെഡിക്കൽ ബുള്ളറ്റിന്റെ അകത്ത് പറയുന്നത് മന്ത്രിക്ക് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ല, പക്ഷേ കഴുത്തിനേറ്റ ക്ഷതത്തിന്റെ ഭാഗമായിട്ടുള്ള വേദനയും അതുപോലെ തന്നെ മറ്റു ചില ബുദ്ധിമുട്ടുകളും രക്തസമ്മർദ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് മന്ത്രിക്ക്. അതിനകത്ത് തുടർ ചികിത്സ വേണമെന്നുള്ള നിർദ്ദേശമാണ് മെഡിക്കൽ ബുള്ളറ്റിന്റെ അകത്ത് മാധ്യമങ്ങളെ അറിയിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് മന്ത്രിയുടെ ആരോഗ്യനില സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. പുലർച്ചെ 4 മണിക്കാണ് മന്ത്രി പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നാട്ടിലേക്ക് മടങ്ങിയത്. നേരെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ വീട്ടിലെത്തിയ ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സ തേടുമെന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും പുലർച്ചെ 4 മണിക്ക് തന്നെ മന്ത്രി ഇവിടുന്ന് പുറപ്പെട്ടു. മറ്റൊരു വിഷയമുള്ളത്, ഈ സംഭവത്തിനകത്ത് നിലവിൽ റിമാൻഡിൽ കഴിയുന്ന 5 KSU പ്രവർത്തകർ ഇന്ന് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നുണ്ട്. അല്പസമയങ്ങൾക്കകം ഇവർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2 കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകുക. കഴിഞ്ഞ ഈ സംഭവം നടന്ന അന്ന് രാത്രി തന്നെ അവർ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അവർ പിന്നീടാണ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നത്. ഇവരുടെ കാര്യത്തിനകത്ത് ഏത് തരത്തിലാകും ജാമ്യം അനുവദിക്കുമോ എന്നുള്ള കാര്യമാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള വിഷയം. ഒപ്പം തന്നെ ഈ സംഭവം നടന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള നീക്കം റെയിൽവേ പോലീസും ആരംഭിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ദൃശ്യങ്ങൾ ശേഖരിച്ച് അത് മുദ്രവെച്ച കവറിൽ തീർച്ചയായിട്ടും ബിജീഷ്, എന്തായാലും ദൃശ്യങ്ങൾ ശേഖരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക തെളിവായിരിക്കും. അങ്ങനെ ദൃശ്യങ്ങൾ വിട്ടു നൽകണമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേക്ക് റെയിൽവേയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ